ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ അപാകതകൾ പഠിച്ച് അതിനെക്കുറിച്ച് ഒരു പുസ്തകവും രചിച്ചു. ഇന്നും തീർന്നിട്ടില്ല പതിറ്റാണ്ടുകൾ നീണ്ട ആ നിയമയുദ്ധം. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാനുള്ള തന്റെ സിദ്ധിയെ പ്രദർശിപ്പിച്ച മറ്റൊരു സംഭവം കൂടി അക്കാലത്തുണ്ടായി. രാജ്യത്താകമാനം ശ്രദ്ധ നേടിയ ഒരു പരിസ്ഥിതി സമരത്തിന്റെ മുന്നണി പോരാളിയായി പ്രൊഫസർ MP വർഗീസ്. കോതമംഗലത്തിന് സമീപം ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ പഠനം നടത്താൻ ഒരുങ്ങുന്ന ഘട്ടമായിരുന്നു അത്. ജനവാസ കേന്ദ്രങ്ങളിൽ ആണവ നിലയങ്ങൾ സ്ഥാപിച്ചാലുണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് MP വർഗീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. ഓർഗനൈസേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ന്യൂക്ലിയർ റേഡിയേഷൻ എന്ന സംഘടനയും രൂപീകരിക്കപ്പെട്ടു. ആണവ നിലയത്തിനെതിരായ വമ്പിച്ച ജനകീയ പ്രക്ഷോഭമായി അത് മാറി. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെല്ലാം ഒന്നടങ്കം അണിനിരന്ന ചരിത്ര സംഭവമായിരുന്നു ആ സമരം. അദ്ദേഹം എറണാകുളത്ത് വന്നു. അദ്ദേഹം അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്തു. ആ ക്യാമ്പയിൻ ചെയ്ത കാലത്ത് ഞാനും ആ ആശയങ്ങളോട് കൂടിയുള്ളതായ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാനും ശക്തിയായി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. ഒരു മഹാനായിരുന്നു അദ്ദേഹം. ഒന്നാമത് ആദർശശാലിയായിരുന്നു, മനുഷ്യ സ്നേഹിയായിരുന്നു. മനുഷ്യരാശിയോടാണ് എൻ്റെ ഏറ്റവും ഉത്തമമായ കടപ്പാട് എന്ന് വിശ്വസിച്ചിരുന്ന, അതിനുവേണ്ടി വാദിച്ചിരുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു ഉന്നതനായ വ്യക്തിയായിരുന്നു MP വർഗീസ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. അദ്ദേഹം വിദ്യാലയ രംഗത്താണ്, ഞാൻ നിയമരംഗത്താണ്. ഞങ്ങൾ തമ്മിൽ അറിയേണ്ടതായ ഇടയില്ല. പക്ഷേ ഈ ബന്ധം ആണവശക്തിക്കെതിരായി അദ്ദേഹം മനുഷ്യരാശിക്ക് വേണ്ടി, ആണവശക്തിക്കെതിരായിട്ടല്ല, മനുഷ്യരാശിയെ ബാധിക്കുന്നതായ, പ്രതികൂലമായി ബാധിക്കുന്നതായ ആണവശക്തിക്കെതിരായി പഠിച്ച് അതിനുവേണ്ടി എന്തുകൊണ്ട് ഞാൻ എതിർക്കുന്നു എന്ന് ന്യായീകരിച്ചുള്ള ഒരു മഹാഗ്രന്ഥം എഴുതി അതിന് വേണ്ടി പോരാടി. ആ പോരാട്ടത്തിൽ ഞാനും പങ്കാളിയായി. സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഒടുവിൽ വിജയം കണ്ടു. ജനവാസ കേന്ദ്രങ്ങളിൽ ആണവ നിലയങ്ങൾ അപകടം വിതയ്ക്കുമെന്ന് പിൽക്കാല അനുഭവങ്ങളിൽ നിന്ന് ലോകമറിഞ്ഞു. റഷ്യയിലും അമേരിക്കയിലുമുണ്ടായ ആണവ ദുരന്തങ്ങളുടെ കെടുതികൾ ഇന്നും അവസാനിച്ചിട്ടില്ല. ഊർജക്ഷാമത്തിന്റെ പേരിൽ ആണവ ഇന്ധനത്തെ ഉയർത്തിക്കാട്ടുന്നവർക്ക് അളന്നു തൂക്കിയ മറുപടിയാണ് തന്റെ ഗ്രന്ഥത്തിലൂടെ MP വർഗീസ് നൽകുന്നത്. അത് ഞാൻ വായിച്ചു. ഒരു 10-400 പേജ് അച്ചടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 10-400 പേജ് ഉണ്ട്. അത് വായിച്ചു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിശ്വാസങ്ങൾക്ക് ഉടവ് തട്ടിയത് അപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഈ അണുശക്തി മാത്രമേ ഊർജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ ആ നിലപാടിൽ നിന്ന് കുറേശ്ശെയായിട്ട് മാറി തുടങ്ങിയായിരുന്നു. ബദൽ മാർഗങ്ങളാണ് ശരിയെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ എത്രയോ നമ്മൾ വെള്ളം വെറുതെ കളയുന്നു, സൂര്യപ്രകാശം കളയുന്നു. ഇതൊക്കെ അദ്ദേഹം പറയുന്ന പോലെ, വർഗീസ് സാറ് പറയുന്ന പോലെ ഇതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അണുശക്തിയുടെ ആവശ്യമില്ല. ഏതായാലും കേരളത്തിൽ അണു റിയാക്ടർ വരുന്ന ആ ഒരു പ്രപ്പോസൽ അതോടുകൂടി സർക്കാർ ഉപേക്ഷിച്ചു. പിന്നെ അതേക്കുറിച്ച് ശബ്ദിച്ചിട്ടേ ഇല്ല. ഒരു പ്രപ്പോസൽ ഇവിടുന്ന് പോയിട്ടുമില്ല. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ചരിത്രം, ഈ കേരളത്തിൻ്റെ വികസന ചരിത്രം എഴുതുമ്പോൾ അതിൽ വർഗീസ് സാറിൻ്റെ ഈ സംഭാവന, ഇതിനു വേണ്ടി പോരാടിയത്, അണുശക്തിക്കെതിരായിട്ട് പോരാടിയത് ഒരു വലിയൊരു സംഭവമായിട്ട് അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളുന്ന മനസ്സായിരുന്നു പ്രൊഫസർ MP വർഗീസിൻ്റേത്. ആ ഇച്ഛാശക്തിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ചലനശേഷിയേകിയത്. പ്രതിസന്ധികളെ സമർത്ഥമായി തരണം ചെയ്യുന്ന കൗശലം ഭരണനിർവഹണത്തിൽ അദ്ദേഹത്തെ സഹായിച്ചു. ആർക്കും എതിർക്കാനാകാത്ത വിധം സൂക്ഷ്മവും സ്പഷ്ടവുമായ അഭിപ്രായങ്ങൾ വാർദ്ധക്യത്തിലും MP വർഗീസിന്റെ പ്രത്യേകതയാണെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നു. നിശ്ചയിക്കപ്പെടുന്ന, തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ
ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതിലൊരു പിടിവാശി അദ്ദേഹം കാണിക്കും. അതിൻ്റെ അർത്ഥം അത് നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള പിടിവാശി, അതിൻ്റെ നേട്ടമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിക്കുന്നത്. സാറിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ പലപ്പോഴും എനിക്ക് കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ സംശയമുണ്ട്. സാറ് കുറച്ചുകൂടി സാറിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ആളായിരുന്നെങ്കിൽ സാറ് വളരെ സാമ്പത്തികമായിട്ട് ഇതിനേക്കാൾ ഉന്നതമായ നിലയിലെത്തുമായിരുന്നു എന്ന് കണക്കുകൂട്ടുന്ന സാറിൻ്റെ വീട്ടുകാരുണ്ട്, സാറിൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, സാറിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. സാർ അന്ന് സജീവമായ രാഷ്ട്രീയത്തിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായി, ദേശീയ തലത്തിൽ ഇതിന് സംഭാവന ചെയ്യാൻ കഴിയും, ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായി ഒത്തിരി സംഭാവനകൾ ഈ രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറുമായിരുന്നു. ഞാൻ സാറിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാറ് മാറത്തനേഷ്യസ് കോളേജ് അസോസിയേഷനുമായി മാത്രം നിന്നുകൊണ്ട് സാർ അതിൽ ഒതുങ്ങി നിന്നുപോയി എന്ന് ഞാൻ സാറിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാറ് സമ്മതിച്ചിട്ടില്ല. സാറ് ഈ ചെയ്തിരിക്കുന്ന സാർ ചെയ്ത പ്രവൃത്തികളോട്, സാറിൻ്റെ ഈ പ്രവൃത്തികളോട് നന്നായി, സാർ ഇപ്പോൾ ചെയ്തതാണ് ഏറ്റവും നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സാറ്. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ തൽപരനായിരുന്ന പ്രൊഫസർ MP വർഗീസ് 2 സന്നദ്ധ സംഘടനകളുടെ കൂടി സ്ഥാപകനാണ്. കർഷകരുടെ ജീവത്തായ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ ഓഫർ ആണ് ഇതിലൊന്ന്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ഓർഗനൈസേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻ കേരള എന്ന സംഘടനയാണ് മറ്റൊന്ന്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലനിന്ന പോരായ്മകൾ പരിഹരിക്കാൻ സ്വാശ്രയ കോളേജുകൾ അനിവാര്യമാണെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ MP വർഗീസ് വാദിച്ചു. ഇത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ ഈ സംഘടനയാണ് അദ്ദേഹത്തെ സഹായിച്ചത്. MP വർഗീസ് സാറ് ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള രംഗങ്ങളിലെല്ലാം അദ്ദേഹം വിജയം നേടിയിട്ടുണ്ട്. എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അടുത്തറിയാൻ അവസരം ലഭിച്ചു. അദ്ദേഹവുമായി ഇണങ്ങിയും പിണങ്ങിയും പ്രവർത്തിച്ചിട്ടുണ്ട്. പിണങ്ങി നിൽക്കുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ ഞാൻ അങ്ങേയറ്റം മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ആ രംഗത്ത് അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വർഗീസ് സാറ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, പോരാട്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ എല്ലാ മേഖലയിലും സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, സമുദായ മേഖലകളിലെല്ലാം അദ്ദേഹം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുകയും സമൂഹത്തിന് വേണ്ടി വളരെയധികം അദ്ദേഹം നേട്ടങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലത്തിന് മുമ്പേ നടന്നുപോയ ഒരാളാണ് അദ്ദേഹം. കേരളത്തിന് വെളിയിൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ പൈസയും ഇതും ഊർജ്ജവും അവിടെ ഊറ്റിയെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കേരളത്തിൽ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ശബ്ദം ഉയർത്തിയ ആൾ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിമാരുമല്ല, പ്രൊഫസർ MP വർഗീസാണ്. ഒരു നാടിന്റെ ആകെ ഭാഗധേയത്തെ പിൽക്കാലത്ത് മാറ്റിമറിച്ച ഒരു ചെറിയ ചുവടുവയ്പ്പായിരുന്നു 1955 കോളേജ് ഉദ്ഘാടനം. ജനതയുടെ സമഗ്രമായ വികസനത്തിന് വിദ്യ മാത്രമാണ് ഇന്ധനമെന്ന് മാർത്തനേഷ്യസിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് സമർത്ഥിക്കാനാകും. അതൊരു നിയോഗമായിരുന്നു എന്ന എളിമയാണ് ഈ മനുഷ്യനെ ചുറ്റുമുള്ളവർക്ക് പ്രിയങ്കരനാക്കുന്നത്. ചരിത്രമേൽപ്പിച്ച ആ നിയോഗത്തെ ലക്ഷ്യത്തിനും അപ്പുറം എത്തിക്കുമ്പോഴും കടന്നു വന്ന വഴികളെ ഇദ്ദേഹം മറക്കുന്നില്ല. പഴയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇന്നും കോളേജിന്റെ ഭരണത്തിൽ പ്രൊഫസർ വർഗീസ് ഇടപെടുന്നത്. ഏതെങ്കിലും ഒരു നാടിൻ്റെ, ഒരു സിറ്റിയുടെ, ഒരു സ്റ്റേറ്റിൻ്റെ ആക്സിലറേറ്റഡ് ഡെവലപ്മെൻറ്റിന് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളത് ചരിത്രത്തിൽ നോക്കിയാൽ കാണാം. കോതമംഗലത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അതിന് ഒത്തിരി താല്പര്യം എടുത്തിട്ടുള്ള, നിസ്വാർത്ഥമായിട്ട് താല്പര്യം എടുത്തിട്ടുള്ള, ആ പ്ലേസിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു പാഷനായിട്ട് എടുത്തിട്ടുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അത് ഒരിക്കലും കോതമംഗലം കോളേജും മാറത്തനേഷ്യസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് MP വർഗീസ് സാറിനെ പോലെയുള്ള ആളുകളുടെ ഒരു പാഷനറ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല.
അപ്പോൾ ഭയങ്കര ഒരു ഡിറ്റർമിനേഷൻ, നാടിൻ്റെ പുരോഗതിക്ക് ഇത് ആവശ്യമാണ് എന്നുള്ള ഒരു പൂർണ്ണ ധാരണയോടുകൂടി വളരെ സ്ട്രോങ് ആയിട്ട് അത് പുഷ് ചെയ്തുകൊണ്ടാണ് അത് നടന്നത്. അപ്പോൾ ആക്ച്വലി ഞാനൊരു അലൂമിനി എന്നുള്ള നിലയ്ക്കും അതുപോലെ ഓൾസോ എ സിറ്റിസൺ ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കും ഐ തിങ്ക് വി ഷുഡ് ഓൾ ബി ഗ്രേറ്റ്ഫുൾ ടു ഹിം ഫോർ ദ കോൺട്രിബ്യൂഷൻ ദാറ്റ് ഹി മെയ്ഡ്. പരേതരായ ചേലാട് മഞ്ഞുമ്മേൽക്കുടി പൗലോസിന്റെയും അച്ഛയുടെയും മകനായിട്ടാണ് പ്രൊഫസർ MP വർഗീസ് ജനിച്ചത്. പുരാതന ക്രിസ്ത്യൻ തറവാടിന്റെ അന്തരീക്ഷത്തിൽ അദ്ദേഹം വളർന്നു. പഠനത്തിൽ മിടുക്കനായതുകൊണ്ട് തന്നെ അക്കാലത്ത് ആരും എത്തിപ്പെടാത്ത വിധത്തിലുള്ള ഉന്നത ബിരുദങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ ഭാര്യ മേരിയും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളയാളായിരുന്നു. പ്രൊഫസർ വർഗീസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും അവർ എന്നും താങ്ങും തണലുമായി. സ്നേഹനിർഭരമായ കുടുംബജീവിതത്തിന്റെ പതിറ്റാണ്ടുകളിലൂടെ ഇരുവരും ഇന്നും പരസ്പരം തുണയാണ്. കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായി പ്രൊഫസർ വർഗീസ് പോകുമ്പോൾ വീട്ടുകാര്യങ്ങളുടെ പ്രാരാബ്ധങ്ങളെ ചുമലിലേറ്റിയത് മേരിയാണ്. മൂത്ത മോന, രണ്ടാമത്തെ മോളുണ്ടായപ്പോൾ തൊട്ട് കോളേജിൻ്റെ കാര്യത്തിന് നടക്കുന്ന. അപ്പോൾ രാവിലെയൊക്കെ പോയാൽ ചിലപ്പോൾ 5 ദിവസം 10 ദിവസമൊക്കെ കഴിഞ്ഞ് വരാറുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ സാറിൻ്റെ അമ്മയുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു. അപ്പോൾ മൂത്ത മോൻ സഹായത്തിനുണ്ടായിരുന്നു. അവൻ പഠിച്ചില്ല, അത് കാരണം. പിന്നെ പിള്ളേർക്ക് സൂക്കേടും മറ്റും വന്നാൽ ഒന്നും ഒരിടത്തും കൊണ്ടുപോകാനും ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ തന്നെ കൊണ്ടുപോകും. ഇവിടുത്തെ സാറിൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് ഞാനാ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സാറിന് സമയമില്ല. പ്രൊഫസർ വർഗീസ് മേരി ദമ്പതികൾക്ക് 5 മക്കളാണുള്ളത്. 3 ആണും 2 പെണ്ണും. മൂത്ത മകൻ പരേതനായ പോൾ വർഗീസ് 19 വർഷത്തോളം മാറത്തനേഷ്യസ് കോളേജിന്റെ ബോർഡ് ഓഫ് ഗവേണേഴ്സിൽ അംഗമായിരുന്നു. രണ്ടാമത്തെ മകൻ റൂഡി ഇംഗ്ലണ്ടിൽ ഡോക്ടറാണ്. മൂന്നാമത്തെ മകൻ വിന്നി വർഗീസ് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം മാറത്തനേഷ്യസിൽ അധ്യാപകനായി. ഇപ്പോൾ കോളേജിന്റെ പ്രിൻസിപ്പളായി ചുമതല നിർവഹിക്കുകയാണ് അദ്ദേഹം. പെൺകുട്ടികളിൽ മൂത്തയാൾ ബീനയാണ്. ഇളയ മകൾ ഗീത. സ്നേഹവാത്സല്യങ്ങൾക്ക് കുറവൊന്നും കൽപ്പിക്കാത്ത പിതാവായിരുന്നു പ്രൊഫസർ MP വർഗീസ് എന്ന് മകൻ വിന്നി പറയുന്നു. പക്ഷെ പിതാവിനെ അടുത്ത് കിട്ടുന്നത് ദുർലഭമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മ. സത്യസന്ധത വേണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ കണ്ടുകിട്ടുക വളരെ അപൂർവമായിരുന്നു. നമുക്ക് ഏത് കാര്യത്തെപ്പറ്റിയും തർക്കിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിച്ചാൽ അത് അംഗീകരിച്ച് തരാൻ ഒരു മടിയുമില്ലായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം, തർക്കിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കായുള്ള നെട്ടോട്ടത്തിൽ വീടും വീട്ടുകാരെയും മറന്നുപോകുന്ന അർപ്പണ മനോഭാവം MP വർഗീസിന്റെ സഹധർമ്മിണി മേരിക്ക് ദുസ്സഹമായി തോന്നിയിരുന്നില്ല. ഭർത്താവിന്റെ ആശയങ്ങളെ പിന്താങ്ങുന്ന യഥാർത്ഥ നേർവാദിയായി അവർ മാറി. അതിനപ്പുറം തന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനും മേരി തയ്യാറായി. MP വർഗീസിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായഹസ്തമായി വർത്തിച്ച പഴയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എന്നും നന്ദിയോടെയാണ് മേരി വർഗീസ് ഓർമ്മിക്കുന്നത്. അന്ന് പൈസ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അപ്പനുണ്ടായിരുന്നു. അപ്പൻ്റെ അടുത്തുനിന്ന് പൈസ മേടിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ അപ്പൻ്റെ അനിയൻ അവിടുന്ന് വാങ്ങിക്കും.